ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉച്ചയായ സമയം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഹോട്ടലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്, കഴിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ കുഞ്ഞു ഹോട്ടലുള്ളത്. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, പൊതി ബിരിയാണി. ഈ ഹോട്ടലിൽ സ്ഥല സൗകര്യമൊക്കെ വളരെ കുറവാണ്, അധികവും പാഴ്സലാണ് പോകുന്നത്. പിന്നെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങളെപ്പോലെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊതി ബിരിയാണിയാണ് കിട്ടുന്നത്. പാഴ്സലും ഇവിടെ കഴിക്കാനാണെങ്കിലും ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് വരുന്നവർക്ക് കൊടുക്കുന്നത്, പ്ലേറ്റിലൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് സ്വാദിഷ്ടകരമായ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വീട്ടിൽ വിറകടുപ്പിൽ ചെയ്യുന്ന ബിരിയാണിയാണ് കേട്ടോ. ആൾക്കാർ വന്ന് നിൽക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ദേ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി മസാലയൊക്കെയാണ്. കുഞ്ഞൊരു പൊതി സാലഡ്, അച്ചാറ്, പിന്നെ ദേ നല്ല 2 അടിപൊളി വലിയ പീസ് ചിക്കനും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരാൾക്കല്ല 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ ബിരിയാണി. നല്ല മുട്ടയുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പപ്പടം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഭയങ്കര ടേസ്റ്റാണ്, പറയാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് ഈ മസാല കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല ജീരക റൈസിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ മിക്കപ്പോഴും ഇതുവഴി പോവുകയാണെങ്കിൽ, ഞങ്ങൾ ഉച്ച സമയമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി കഴിക്കാറുണ്ട്. ബിരിയാണി, കപ്പ, എല്ലുകറി, അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഉച്ചയ്ക്ക്. പിന്നീട് ഇതേ വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 130 എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ 130 അല്ല, വെറും 100 രൂപയേ ഉള്ളൂ ഒരു പൊതി ബിരിയാണിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കഴിക്കാത്തവർ പോയി ഒന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.